ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ കണ്ടിട്ടുള്ളത് ഭയങ്കര കോമൺ ആണ് ലാംഗ്വേജ് ഡിലേ. അതിന്റെ മേജർ റീസണും നമ്മളെ സ്ക്രീൻ ടൈമാണ്. പലപ്പോഴും നമ്മൾ ഈ 6 മാസം കഴിയുമ്പോഴേക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങും. കുറുക്ക് കുട്ടികൾ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ വെച്ച് കൊടുക്കും. കുട്ടികൾ അത് നോക്കിയിരിക്കും, ഇവരെ കോരി കൊടുക്കും, അത് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് സ്ക്രീനിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ സ്റ്റിമുലേറ്റീവ് ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, ഒരുപാട് കളേഴ്സ് കാണുന്നു, ഒരുപാട് സൗണ്ട് വരുന്നു. ഞങ്ങൾക്ക് തിരിച്ചൊന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമോ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും ഇതാക്കും, നമ്മൾ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയിപ്പിക്കും, അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും. അപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ബൈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോഴാണ് കുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. മറ്റേത് ഒരു സൈഡ് മാത്രം കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യില്ല. പോരാത്തിന് മൾട്ടി ലാംഗ്വേജസ് ആയിരിക്കും. ചിലപ്പോൾ കുറെ ഇംഗ്ലീഷ് കാണും, ചിലപ്പോൾ കുറെ തമിഴ് കാണും, ചിലപ്പോൾ ചൈനീസ് ഒക്കെ കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അടുത്തത് ടു ആൻ എക്സ്റ്റെന്റ് കാർട്ടൂണിലെ കുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന കുട്ടികളെ വരെ കാർട്ടൂണിൽ സംസാരിക്കുമ്പോൾ ഒരു ചില കാർട്ടൂൺ ഐ എം നോട്ട് യൂസിങ് എനി വേർഡ്സ്, അപ്പോൾ അങ്ങനത്തെ പോലെ സംസാരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. അപ്പം അത് നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു 2 years എന്നാണ് പറഞ്ഞാൽ 3 years വരെ കുട്ടികൾക്ക്, ഇപ്പോൾ അസോസിയേഷൻസ് ഒക്കെ പറഞ്ഞാൽ 2 years ആണ്. 3 years വരെ കുട്ടികൾ സ്ക്രീൻ കാണിക്കുകയേ ചെയ്യില്ല. ലെറ്റ് ദം ഡെവലപ്പ് ദെയർ ലാംഗ്വേജ്, ദെൻ വിൽ സി. അപ്പോൾ അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ള ലാംഗ്വേജിന്റെ കാര്യം.